370 രൂപയുടെ ഒരു ബിരിയാണിയാണ് ഇപ്പോഴത്തെ വിഷയം. ആ കാശ് മുതലാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തുമായിട്ട് പാർക്കിൽ പോയ കഥ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ചാനലിലൂടെ ലോക ശ്രദ്ധ ആകർഷിച്ചപ്പോൾ ഒരുപാട് പേര് വിമർശനമായിട്ട് മുമ്പോട്ട് വന്നു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ കണ്ട് ശീലിച്ച സിനിമകളായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഈവൻ മലയാളം കോമഡി ഷോകളിൽ പറയുന്ന തമാശകളായിക്കോട്ടെ, വളരെ വൾഗറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതുപോലെ സ്ത്രീയെയും സ്ത്രീയുടെ ശരീരത്തെയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളെയും വളരെ മ്ലേച്ഛമായ രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് കളിയാക്കി ആക്ഷേപിച്ച് ആർത്തി ചിരിച്ച് വളരെ നോർമലൈസ് ചെയ്ത് കൊടുത്തത് നമ്മളല്ലേ? അപ്പോൾ ഇനി ആ കുട്ടികൾ അതേ സാഹചര്യം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരെ വിമർശിച്ചത് കൊണ്ടോ ശകാരിച്ചത് കൊണ്ടോ ഇതിനൊന്നും ഒരു അറുതി വരുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പാരൻസ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെയോ അവരുടെ ശരീരത്തെയോ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ അതിന് തടയിടണം. അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ കുട്ടികൾക്ക് നമ്മൾ റോങ് ആയിട്ടുള്ള വാല്യൂസ് തന്നെയായിരിക്കും കൊടുക്കേണ്ടി വരിക. അവർ ഭാവിയിൽ വളരെ മോശമായി അവരുടെ സുഹൃത്തുക്കളോട് ഇടപെടുമ്പോൾ നമ്മൾ അവരെ പ്രാഗിയിട്ടോ ശപിച്ചിട്ടോ ഇതിനൊന്നും ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റില്ല. മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയണം. കാരണം നമ്മൾ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, പാരൻറ്റിങ്. വി ഷുഡ് ഡൂ അവർ വർക്ക് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. I know that you will do this because we are the mindful parents.